ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 6 വർഷത്തോളമായി ശ്രീമൂലം നഗരം കേന്ദ്രമാക്കി അനാഥരായ കുട്ടികളുടെയും കുടുംബങ്ങളുടെയും സംരക്ഷണത്തെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ദയ ഓർഫൻ കെയർ. അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള എല്ലാ വിഭാഗ ആളുകളുടെയും പുരോഗതി ലക്ഷ്യമാക്കി നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള പ്രവർത്തന പദ്ധതിയാണ് ഇവരുടെ ഈ ദയാഭവൻ. ദയാഭവന് കീഴിൽ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന് വീൽ ചെയർ സംഗമം എന്ന ഒരു പരിപാടി ഇവർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രതിസന്ധികൾ കൊണ്ട് നടക്കാൻ കഴിയാതെ വീൽ ചെയറുകളിലോ അത്തരം വാഹനങ്ങളിലോ ആയിട്ടുള്ളതായി പോയിട്ടുള്ള എറണാകുളം ജില്ലയിലെ സഹോദരി സഹോദരങ്ങളുടെ ഒരു സംഗമമാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ പേര് ദേവിക, ഞാൻ പറവൂര്. ഞാൻ ജനിച്ചപ്പോൾ ഹാൻഡിക്യാപ്റ്റായിട്ടാണ് ജനിച്ചത്. അപ്പം കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലായിടത്തും എല്ലാ പരിപാടിക്കും പോകുന്ന ഒരാളാണ്. എനിക്കിപ്പോഴും പറയല്ല, പാരൻസിനോട് എനിക്ക് പറയല്ല, ഇങ്ങനെ ഇപ്പോഴുള്ള ആൾക്കാരെ പുറത്തേക്കുണ്ട്. എൻ്റെ വീട്ടുകാരങ്ങനെ ചെറുപ്പം മുതൽ അകത്ത് എത്തിയിട്ടില്ല. എവിടെന്നാണ് വരുന്നത്? ഞാൻ കോതമംഗലം. എന്താ പേര്? ഫൈലി. ഇവര് ഈ സംഘടിപ്പിച്ചതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? നല്ല പരിപാടിയാണ്. ഞങ്ങളെ പോലെയുള്ളവരെ കുറെ നാൾ കഴിയുമ്പോൾ നോക്കാൻ ആളില്ലാണ്ട് വരുന്നു. അപ്പൊ നമ്മുടെ പുതിയ ചിന്തകൾ കയറി വരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ കണ്ടമാനം ഉണ്ടായി വരണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത് വീൽ ചെയർ ചിറകുകൾ എന്ന് പറയണില്ലേ? വീൽ ചെയർ പറന്നില്ലെങ്കിലും അനങ്ങിയാൽ മതി. അതിന് ചിറകുകൾ എന്നല്ല, അതിൽ കൂടുതൽ വല്ലതുകൊണ്ടെങ്കിൽ പറയണം. അതാണ് ജീവിതം. ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ സന്തോഷിക്കാനുള്ള സൗകര്യം കിട്ടുമ്പോൾ സന്തോഷിച്ചോളൂ. ദുഃഖിക്കേണ്ട സമയത്ത് ദുഃഖിക്കണമെന്നും പറയില്ല. ദുഃഖങ്ങൾ നമ്മുടെ പിന്നാലെ വരും. ദുഃഖങ്ങളില്ലാത്ത മനുഷ്യനുണ്ടാവില്ല. ഇതാണ് എൻ്റെ ജീവിതം. എന്താണ് ഇവര് കൊടുത്തേക്കുന്നത്? ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണങ്ങളെല്ലാം ഉണ്ട്. ബിരിയാണി, നല്ല ചോറുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പ്ലേറ്റ് ചോറ് വന്നു. ബീഫ് കിട്ടിയില്ല? എനിക്ക് ബീഫുണ്ട്. ഓക്കെ. എവിടെന്നാ വരുന്നത്? മൂവാറ്റുപുഴ. എന്താ പേരെന്താ? സലീം. എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഈ പരിപാടിനെ? ഇന്നത്തെ പരിപാടി നല്ലൊരു പരിപാടിയാണിത്. ഇത് ഞങ്ങളെ പോലെയുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് കാണാനും ഒന്ന് സംസാരിക്കാനും എല്ലാവരുമായിട്ട് പരിചയപ്പെടാനും അങ്ങനെയൊക്കെ ഒരു സാഹചര്യം, നല്ലൊരു സാഹചര്യമാണിത്. അല്ലാത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നാൽ നമ്മൾ ഒരാളായിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നമ്മളെപ്പോലെയുള്ള എല്ലാവർക്കുമായിട്ട് കാണാനും എല്ലാത്തിനും ഒരു സാഹചര്യം ഒരുക്കി ഇതുപോലെയുള്ള പരിപാടികൾ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളെ പോലുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റിയെന്ന് വേറെ പുറത്തുനിന്ന് നമുക്ക് ശരിക്കും ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അല്ലാത്തൊരു കല്യാണ പരിപാടിയോ അങ്ങനെ ഫംഗ്ഷനോ നമുക്ക് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ എല്ലാവരെയും കാണാനോ അതിനോ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ളടത്ത് ഇങ്ങനെയുള്ളടത്ത് നമുക്ക് എല്ലാവരെയും, അത് ഞങ്ങളെ പോലെയുള്ളവരെ അല്ലാത്തവരെയും കാണാനും എല്ലാത്തിനുള്ള ഒരു സാഹചര്യം നല്ലൊരു പരിപാടിയാണ്. ഇപ്പൊ നമ്മൾ വന്നപ്പോ തുടങ്ങി നിങ്ങൾക്ക് വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അങ്ങനെയുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മൾ വന്നപ്പോ തന്നെ ഒരു വാളണ്ടിയേഴ്സ് നമുക്ക് വേണ്ടി അപ്പൊ അവര് നമ്മുടെ കൂടെ നിൽക്കുവാണ്. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു പരിപാടിയാണിത്. ഇനിയും ഇതേമാതിരി പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റട്ടെ. ഓക്കെ. എവിടെന്നാ വരുന്നത്? ഞാൻ പിറവത്തുനിന്ന് മണിയുടെ. എന്താ പേരെന്താ? എബ്രഹാം. പിറവത്തുനിന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചവരുടെ അടുത്തേക്ക് വരാനുള്ള താല്പര്യം? നല്ല താല്പര്യമാണ്. സംസാരിക്കാമല്ലോ, എല്ലാവരുമായിട്ട് സംസാരിക്കാം. എല്ലാവരും അതിനാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ച് കൊതി മാറട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഒരുമിച്ച് കാണാനുള്ളൊരു സൗകര്യം ഇവര് ഒരുക്കിയല്ലോ? തീർച്ചയായിട്ടും ഒരുക്കി. അത് നല്ലൊരു കാര്യമല്ലേ. അവർക്ക് കഷ്ടപ്പാട് ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. ഓക്കെ. ചേച്ചി എവിടെന്നാ വരുന്നേ? അതെന്താ സങ്കടപ്പെടണേ? സന്തോഷം കൊണ്ടാണോ? ഭക്ഷണം കഴിക്കണം. അത് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം ഇന്നത്തെ ഈ പരിപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടിപൊളി പരിപാടി. ഇപ്പൊ വന്നേക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? ഇവിടുത്തെ ഞങ്ങളെ പോലെയുള്ളവരെയൊക്കെ കുറെ പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സംഘടിപ്പിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സൂപ്പർ. ചേച്ചി എവിടെന്നാ വരുന്നത്? ഏലൂരിന്ന്. അപ്പൊ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ഈ പരിപാടി? ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് എങ്കിലും ഇന്നത്തെ പരിപാടി അടിപൊളി പരിപാടിയാണ്. നല്ല ഗംഭീര പരിപാടിയായിരുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ചെറിയൊരു ഇത് കൊണ്ടിട്ട് ഇത്രയും ആൾക്കാരൊക്കെ സംഘടിച്ച് ഈ പരിപാടി നടത്തിയതിൽ വളരെ അധികം സന്തോഷം. പിന്നെ എന്നെ അറിയിച്ച് ഞാനിത് കേട്ടറിഞ്ഞു വന്നതാണ്. ആണല്ലേ? ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് വളരെയധികം സന്തോഷം. അപ്പൊ നിങ്ങളുടെ ഇനി കലാപരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കേട്ടത്. ഞങ്ങളുടെ കലാപരിപാടി ആരും തന്നെ ഇവിടുന്ന് വിടില്ല. ഇവരുടെ കഴിവുകൾ നമ്മൾ തെളിയിച്ചിട്ട് ഇവിടുന്ന് വിടുള്ളൂ. പാടാനൊക്കെ തയ്യാറല്ലേ? ഇത്ത എവിടെന്നാ വരുന്നത്? പള്ളുരുത്തി. എന്താ പേരെന്താ? ഷാഹിദ. ഈ പരിപാടിനെ എങ്ങനെയാണ് അറിഞ്ഞത്?
എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ഫ്രണ്ട് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടിട്ട് എന്താണ് അഭിപ്രായം? എന്താണ്? നല്ല പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട്. നമ്മളെ പോലത്തെ അതേ അവസ്ഥയിൽ കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ നാട്ടിലും പല ജില്ലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയുള്ള പരിപാടി പങ്കെടുത്താൽ നമ്മൾ മാത്രമല്ല ഇതുപോലെയുള്ള ആൾക്കാർ അല്ല നമ്മൾ വീട്ടിൽ മാത്രമാകുമ്പോൾ നമ്മളെ ഇതായി പോകും. ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾക്ക് ഒന്നുമില്ല എന്ന് മനസ്സിലാകണേ. അല്ലേ? ഓക്കെ. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ പറവൂരിന്ന്. എന്താ പേരെന്താണ്? പേര് ദേവിക. ജൈവിക. എങ്ങനെയാണ് അറിഞ്ഞത് ഈ പരിപാടിനെ കുറിച്ച്? ഞാൻ എല്ലാ പരിപാടിക്കും പോണ ഒരാളാണ്. എവിടെയാണെങ്കിലും പോകും. എല്ലാവരും അവരുടെ പേരൻസിനോട് പറഞ്ഞ അവരെ ഇങ്ങനെയുള്ളവരെ പുറത്തിറക്കണം. അതന്നെ. എന്റെ പേരൻസ് അങ്ങനെയായിരുന്നു. നമ്മള് വീട്ടിൽ ഒതുങ്ങി കൂടാൻ പാടില്ല. അതെ, നമുക്ക് വീട്ടിൽ നിന്നുള്ള പിന്തുണ തന്നെയാണ് ഏറ്റവും നല്ല പിന്തുണയുണ്ട് വീട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. ഇവരെ ഇങ്ങനെയുള്ള ഇവരെയൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റണ്ടല്ലോ. കാണാൻ പറ്റും. അതന്നെ ഞാൻ വന്നത് കൂടുതൽ. ഓക്കെ. ഹലോ, എന്താ പേര്? എൻ്റെ പേര് സിയാദ്. സിയാദ്. എവിടെന്നാ വരുന്നത്? ഞാൻ വരാപ്പുഴ. ശരിക്കും ചെറുപ്പത്തിൽ സംഭവിച്ചാണ്? എന്താണ്? അല്ല, എനിക്കൊരു 11 വർഷമായിട്ട് ഇങ്ങനെ സംഭവിച്ചാണ്. ആക്സിഡന്റോ എന്തെങ്കിലും ആണോ? ആക്സിഡന്റ് അല്ല, എനിക്ക് അസുഖമായിട്ട് ഇങ്ങനെ വയൽക്കോട്ടിൽ അസുഖമായിട്ട് വന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായി പോയി. ഇത്ര ദൂരത്തുനിന്ന് നമ്മൾ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ എന്താണെങ്കിലും എൻ്റെ ഫ്രണ്ടാണ് അതിനെ പറ്റി പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും വരണം തോന്നി. പിന്നെ മാക്സിമം ഇങ്ങനത്തെ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ വന്നപ്പോ കുറച്ച് ലേറ്റായി പോയി. എന്നാലും ഇവിടുത്തെ പ്രസംഗങ്ങളൊക്കെ ഇട്ടപ്പോ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുള്ള ഒരു തോന്നലായി പോയി. നമുക്ക് മനസ്സിന്റെ ചില പ്രസംഗങ്ങൾ അങ്ങനെയാണ്, ഉള്ളിൽ നമുക്കൊരു മോട്ടിവേഷൻ വരും. അപ്പൊ അതുകൊണ്ട് ഞാനങ്ങനെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെ മുമ്പോട്ട് പോണേണ്. അപ്പൊ നേരത്തെ വരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമായി പോയി. അപ്പൊ പിന്നെ ബാക്കിയുള്ള കുറച്ചൊക്കെ കേട്ട് അങ്ങനെ സെറ്റായി നിൽക്കണേണ്. ഈ സംഘടിപ്പിച്ചവരോട് എന്താണ് പറയാനുള്ളത്? വളരെയധികം നന്ദിയുണ്ട്. ഇത്രയും പേരെ കാണാൻ പറ്റി. പിന്നെ നമുക്ക് തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ പറ്റി. അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി ഉണ്ടെന്ന് നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടാവാം. നമുക്കൊരു നല്ലൊരു പ്രസംഗം കേൾക്കാം, അല്ലെങ്കിൽ നല്ലൊരു നമുക്ക് തന്നെ മോട്ടിവേറ്റഡ് ആവാന്നൊക്കെ ഉള്ളൊരു ചിന്ത വരും. അതുകൊണ്ട് ഇവർക്കൊക്കെ നന്ദി. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവരുടെ ഒപ്പം ഒക്കെ ചെയ്യാനുള്ള പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ സെൽഫായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അതും ചെയ്യാം. അതൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവർക്കും നല്ല നന്ദി പറയണം. ഇനിയും മാക്സിമം ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ, എവിടെന്നാ വരുന്നത്? മറ്റൂര്. ഇങ്ങനത്തെ പരിപാടി ഇതെങ്ങനെയാണ് അറിഞ്ഞത് ഈ പരിപാടിനെ കുറിച്ച്? അറിഞ്ഞത് ചെറുപ്പത്തിൽ സംഭവിച്ചാണ്? എന്താണ് സംഭവിച്ചത്? ജനറ്റിക്കലായിട്ട് ഇങ്ങനെ വന്നത്. ഇപ്പൊ എന്താ ചെയ്യണത്? PG ഏതാ? സൈക്കോളജി. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവരെയൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണത്? എങ്ങനെയാണ്? ഞാൻ ശരിക്കും ഇവിടെയുള്ള ആളല്ല, അല്ല, കാസർഗോഡുള്ള ആളാണ്. കാസർഗോഡ്. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി. കാസർഗോഡ് നിന്ന് നമ്മൾ PG ഇവിടെ ചെയ്യാനായിട്ട് വന്ന് ഇവിടെ പഠിക്കാനായിട്ട് വന്നത്. അപ്പോൾ കാസർഗോഡിനെ അപേക്ഷിച്ച് നമ്മുടെ ഈ ജില്ലയിൽ ഇങ്ങനെ ഒരു പരിപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിക്ക് മുമ്പ് ആ ജില്ലകളിലൊക്കെ എന്തെങ്കിലും പരിപാടിയിൽ പോയിട്ടുണ്ടോ? എന്താണ്? ഞാൻ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടി ആക്സസിബിലിറ്റി ഒക്കെ ഈസി ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ പരിപാടി നോക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാരാണ്? അമ്മയാണല്ലേ. അമ്മ എന്താണ് പറയാനുള്ളത്? നല്ലൊരു പരിപാടി തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഇല്ല, അവിടെ ഉണ്ടാവാറുണ്ട്, ആദ്യമായിട്ട്. അപ്പോൾ ഈ സംഘാടകരോട് എന്താണ് പറയാനുള്ളത്? ഇനിയും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല പരിപാടികൾ സംഘടിപ്പിക്കട്ടെ അല്ലേ? ഓക്കെ, താങ്ക് യു. എവിടെന്നാ വരുന്നത്? വാഴക്കുളം. എൻ്റെ പേരെന്താ? വീരാൻ. ഇന്നത്തെ ഈ പരിപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല മനോഹരമായ പരിപാടി. പ്രത്യേകിച്ച് റിപ്പബ്ലിക് ഡേയുടെ അന്നാണല്ലോ. അപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ച നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. സർവശക്തൻ ഈ പ്രോഗ്രാമുമായിട്ട് നിങ്ങൾക്ക് ഇനിയും തുടർ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി. കാഞ്ഞൂർ പള്ളി പെരുന്നാളല്ലേ? ഭക്ഷണം കിട്ടിയായിരുന്നോ? ഭക്ഷണം കിട്ടി. എൻ്റെ പേരെന്താ? ഇസ്മായിൽ. എവിടെന്നാ വരുന്നത്? കോതമംഗലം ഇരുന്നപ്പടി. എങ്ങനെയാണ് ഈ പരിപാടിനെ കുറിച്ച് അറിഞ്ഞത്? പരിപാടി നമ്മളെ കൂട്ടുകാരുടെ രീതികളൊക്കെ എല്ലാം നമ്മളെ കൂട്ടുകാരാ. ഇതിക്ക് മുമ്പ് ഇതുപോലത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തുണ്ട്. പിന്നെ ഇഷ്ടം പോലെ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ പോകും. ഇവര് കൂട്ടുകാർ തന്നെ ഇരിക്കണൊക്കെ എല്ലാവരും അവര് പറയും. ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെ എന്തായാലും പേരെന്താ? എൻ്റെ ദിനാസ് മുഹമ്മദ്. എവിടെയാണ് സ്ഥലം? 1 മൈൽ. ഇതിൽ ഭയങ്കര ആക്റ്റീവ് ആണെന്ന് കേട്ടിരുന്നു. എന്താണ് ഇന്നത്തെ പരിപാടിനെ കുറിച്ച് പറയാനുള്ളത്? ഇന്നത്തെ പരിപാടി അടിപൊളിയായി.
ഇനി ഇൻഷാല്ലാ ഇവർ പറഞ്ഞ പോലെ തന്നെ എല്ലാ വർഷവും ഈ ജനുവരി 26-ാം തീയതി നടത്താൻ പറ്റട്ടെ. ഇതിലും ഗംഭീരമായിട്ട് ഇച്ചിരി ആള് കുറവാ. നിങ്ങളുടെ ടീമുകളാണ് വന്നേക്കണത്? എല്ലാം നമ്മുടെ ടീമുകളാണ്. ഇനിയുണ്ട്, ഒരുപാട് പേരുണ്ട്, വിളിക്കാത്ത കുറെ ആളുകളുണ്ട്. അല്ലേ? ഈ പരിപാടിയിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്? അല്ലല്ല, ഇതിനു മുമ്പ് എന്താ പേരെന്താ? ജോയി. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ കൂത്താട്ടുകുളം. കൂത്താട്ടുകുളം. ഈ പരിപാടിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഈ പരിപാടി ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഗ്രൂപ്പ് ഉണ്ടല്ലേ? ഭക്ഷണം കഴിച്ചായിരുന്നില്ലേ? കഴിച്ചു. അടിപൊളിയല്ലേ? ഓക്കെ. ഹലോ, എന്താ പേരെന്താ? പേര് അജിമോൻ. അജിമോൻ. എവിടെന്നാ വരുന്നത്? പെരുമ്പാവൂർ. ഇങ്ങനത്തെ പരിപാടിയിൽ ഇതിക്ക് മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് വന്നിട്ടില്ല, വേറെ പരിപാടിയിലൊക്കെ പങ്കെടുക്കാറുണ്ട്. എങ്ങനെയാണ് ഇവരെ കണ്ടപ്പോഴുള്ള അനുഭവം? എങ്ങനെയാണ്? നല്ല അടിപൊളിയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു? അടിപൊളിയല്ലേ? ചേച്ചി, എന്താ പേരെന്താ? എൻ്റെ പേര് ശ്രീദേവി. എവിടെന്നാ വരുന്നത്? പറവൂര്. എങ്ങനെയാണ് ഈ പരിപാടിനെ കുറിച്ച് അറിഞ്ഞത്? ഈ പരിപാടിനെ കുറിച്ച് എനിക്ക് വാട്സാപ്പിൽ വന്നതാണ്. നേരത്തെ ഇതുപോലത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇതുപോലത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല, അല്ലാത്ത പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഒരു സംഗമം അല്ലേ? ഇനി നിങ്ങൾ ടീം വർക്കായിരിക്കുമല്ലോ അല്ലേ? ഇവരൊക്കെ കണ്ടപ്പോൾ എന്താണ് സന്തോഷം? വളരെ സന്തോഷം തോന്നി. ഈ പരിപാടി അവതരിപ്പിച്ചതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഭക്ഷണം കഴിച്ചു അല്ലേ? ചേച്ചി, എന്താ പേരെന്താ? കാർത്തിക. എവിടെന്നാ വരുന്നത്? ചേന്ദമംഗലം. എന്താണ് പരിപാടിനെ കുറിച്ച് പറയാനുള്ളത്? വളരെ ഇഷ്ടപ്പെട്ടു. ഈ ടീമുകളെ നേരത്തെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കാണാറുണ്ട്. അടിപൊളിയല്ലേ? ചേട്ടാ, എവിടെന്നാ വരുന്നത്? പേരെന്താ? ബിനോയ്. എന്താണ് പരിപാടി? പരിപാടിയല്ലേ? അല്ലേ? സർവേഷനും അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനും എല്ലാവരും കാണാൻ പറ്റിയത് സന്തോഷമല്ലേ? നല്ല പരിപാടിയായിരുന്നു. ഭക്ഷണം കഴിച്ച അടിപൊളിയല്ലേ? പേരെന്താ? എവിടെന്നാ വരുന്നത്? ഇന്നത്തെ പരിപാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ടാണ് ഇതുപോലത്തെ പരിപാടിയിൽ പങ്കെടുക്കണേ? അല്ല, ഞാൻ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളെ പോലുള്ളവരെ ഈ ഇവരൊക്കെ കൈ പിടിക്കുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും കാണാനും നമുക്ക് നമ്മുടെ അതേ രീതിയിലുള്ള എല്ലാവരും ഓരോരുത്തരായിട്ട് സംസാരിക്കാനും ഒക്കെ കാണാനും നല്ല അനുഭവമാണ്. എന്താ പേരെന്താ? നവാസ്. എവിടെന്നാ വരുന്നത്? മൂവാറ്റുപുഴ. ഇവരൊക്കെ സംഘടിപ്പിക്കണം ഇങ്ങനത്തെ ഉള്ള പരിപാടികളെ കുറിച്ച് എന്താണ് പറയുന്നത്? അടിപൊളി പരിപാടി. കാരണം ഞാൻ ഇതുവരെ കൂടിയിട്ട് പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം ഒരുപാട് വാളണ്ടിയേഴ്സും നല്ല സഹകരണം, നല്ല പരിപാടിയാണ്. ഈ പറഞ്ഞ ആൾക്കാർ, ഈ വന്നേക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ? എന്താണ്? കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഇതുപോലെ പരിപാടി ഇടയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട്. ഇതുപോലെ കൂടുന്നത് ഞങ്ങൾക്ക് പ്രത്യേക സന്തോഷം. കാരണം നമ്മുടെ അതേ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന കാരണം നമ്മളെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഈ ഒരുപാട് പരിപാടി പോലും ഇത്രയും വാളണ്ടിയേഴ്സുള്ള പരിപാടി ആദ്യമായിട്ടാണ്. അല്ല, അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് വേണ്ടി ഓരോരുത്തർ സെക്ഷൻ ബൈ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാതെ. പരിപാടി ആദ്യമായിട്ട് ഞങ്ങൾ. അപ്പൊ ഇനിയും ഇതുപോലത്തെ പരിപാടി എല്ലാവരും സംഘടിപ്പിക്കട്ടെ. ഓക്കെ.